ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കാർക്ക് എന്നും അഭിമാനമായിട്ടുള്ള രണ്ട് വാഹന ബ്രാൻഡുകളാണ്. ഒന്ന് ടാറ്റയും അതുപോലെ തന്നെ മഹീന്ദ്രയും. ഈ രണ്ട് വാഹനവും അവരുടെ വാഹനത്തിൽ നൽകുന്ന ഒരു ബിൽഡ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ആ ഒരു വാഹനത്തിൽ നൽകുന്ന വിശ്വാസ്യതയും അത് ഇത്രയും കാലമായി നോക്കുകയാണെങ്കിലും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. 2010 ലോഞ്ച് ചെയ്ത് ഏകദേശം 24 വർഷത്തിന് ഇപ്പുറം നോക്കുമ്പോഴും ഇത്രത്തോളം വിജയകരമായി ഒരു രാജ്യം മുഴുവൻ ഏറ്റെടുത്ത ഒരു വാഹന ബ്രാൻഡ്, അതും ഒരു ഓഫ് റോഡ് വാഹനം. യെസ് ഗൈസ്, മറ്റൊന്നുമല്ല മഹീന്ദ്ര താർ. ഇന്ത്യയിൽ ഒരു ഓഫ് റോഡ് വാഹനത്തിന് ഇത്രത്തോളം പോപ്പുലാരിറ്റിയും അതുപോലെ തന്നെ വണ്ടിപ്രാന്തന്മാരുടെ ഇടയിൽ ഇത്രത്തോളം ഫാൻ ബേസും അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് ഇത്രത്തോളം ഒരു ഓഡിയൻസും ഉണ്ടെങ്കിൽ അത് ഈ ഒരു വാഹനം നൽകുന്ന റിലയബിലിറ്റിയും ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ വാഹനം കാണിക്കുന്ന പെർഫോമൻസുമാണ്. അതായത് ആ ഒരു പ്രൈസ് സെഗ്മെന്റിൽ തന്നെ അതിനേക്കാൾ എത്രയോ വലിയ പ്രൈസ് റേഞ്ചിൽ വരുന്ന വാഹനങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളാണ് പഴയ താറും പുതിയ താറെല്ലാം കാഴ്ചവെക്കുന്നത്. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ആ ഒരു താറിന്റെ 5 ഡോർ നമുക്ക് താർ റോക്സ് എന്ന പേര് 2024 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും കാത്തിരുന്ന താർ റോക്സ് 2024 ഫുൾ ഓപ്ഷൻ ലിമിറ്റഡ് എഡീഷന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. ഈ ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ്, അതുപോലെ തന്നെ എക്സ്ഷോറൂം, അതുപോലെ തന്നെ ഈ ഒരു വാഹനം ഇറക്കാൻ എത്ര ഡൗൺ പേയ്മെന്റ് വേണം, പഴയ താറും പുതിയ താറും തമ്മിലുള്ള മാറ്റങ്ങൾ, ഈ ഒരു വാഹനത്തിന്റെ പെർഫോമൻസ്, അതുപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസി കാര്യങ്ങൾ, അങ്ങനെ ഒരാൾ ആഗ്രഹിക്കേണ്ട എല്ലാ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ഈ ഒരു കാര്യങ്ങളെല്ലാം പങ്കുവെക്കാൻ മഹീന്ദ്ര താറിന്റെ എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് നിയാസ് ആണ്. ഒപ്പല്ലേ നിയാസ് അല്ലേ? അപ്പൊ നമുക്ക് നിയാസിനോട് നമുക്ക് ആധികാരികമായിട്ട് ഈ ഒരു വാഹനം ഒരു ഷോറൂമിൽ നിന്ന് എടുക്കാൻ പോകുമ്പോൾ ഒരാൾ ചോദിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് ആദ്യമായി കടക്കുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഞാൻ എക്സിക്യൂട്ടീവിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വരെ കോൺടാക്ട് ചെയ്ത ഓൾ കേരള നിങ്ങൾക്ക് ഡെലിവറി അവൈലബിൾ ആണ്. ഇന്ത്യയിൽ ഇത്രത്തോളം കാലം എല്ലാവരും കണ്ടിരുന്നത് ഓഫ് റോഡ് സെഗ്മെന്റിൽ വരുന്ന വാഹനങ്ങൾ 3 ഡോർ ആയിരുന്നു. എന്നാൽ ആ ഒരു സെഗ്മെന്റിന് ഒരു മാറ്റം കുറിച്ചുകൊണ്ടായിരുന്നു മാരുതി സുസുക്കി അവരുടെ എക്കാലത്തെയും ഐക്കോണിക് ഓഫ് റോഡ് മോഡലായ ജിംനി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ ഒരു വാഹനം വന്നോടെ ഇന്ത്യയിൽ 5 ഡോർ ഓഫ് റോഡ് വാഹനത്തിന്റെ ഒരു ഖ്യാതി ഏറ്റവും കൂടുതൽ ഉണരുന്ന ഒരു സമയം. ആ ഒരു സമയത്ത് തന്നെയാണ് തങ്ങളുടെ കോമ്പറ്റീറ്ററിന് ഒട്ടും കുറവ് വരുത്താത്ത രീതിയിൽ മഹീന്ദ്ര താർ 5 ഡോർ റോക്സ് എന്ന പേരിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഇത്രയും കാലം നമ്മൾ 3 ഡോറിൽ കണ്ടിരുന്ന താറിന്റെ ഒരു 5 ഡോർ പതിപ്പ്, അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് തന്നെ. എന്തൊക്കെയാണ് നമുക്ക് പഴയ ഒരു താറിനെ അപേക്ഷിച്ച് ഇപ്പോ നിലവിലൊരു പുതിയ താറ് നോക്കി കാണുമ്പോൾ പ്രധാന പഴയ താറിൽ നമുക്ക് ഹെഡ്ലൈറ്റ് നമുക്ക് ഫോഗ് ലാമ്പ് അല്ലായിരുന്നു, ഹാലജൻ ടൈപ്പ് ആയിരുന്നു വന്നിരുന്നത്. ഇത് നമുക്ക് പുതിയ താറ് റോക്സിലേക്ക് വരുമ്പോൾ അത് ഹെഡ്ലൈറ്റ് നമുക്ക് LED ആണ് വരുന്നത്. LED പ്രൊജക്ടഡ് ലാമ്പ്, അതുപോലെ തന്നെ ഫോഗ് ലാമ്പ് നമുക്ക് LED ആണ് വരുന്നത്. പഴയിലായിരുന്നെങ്കിൽ നമുക്ക് ഹാലജൻ ടൈപ്പ്. ഈ ഒരു സംഭവം സർക്കിള് ഈ DRLS നമുക്ക് വരുന്നത് C ഷേപ്പ് ആയിട്ട് വരുന്ന DRLS പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡിക്കേറ്റർ ഡിസൈനും നമുക്ക് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ഫ്രണ്ട് ഗ്രില്ലിൽ നമുക്ക് വന്നിട്ടുള്ള മാറ്റം 6 പാക്ക് ഗ്രില്ല് നമുക്ക് കൊടുത്തത്. 6 പാക്ക് പറയുമ്പോൾ നമ്മളെ 6 പാക്ക് അല്ല, അതായത് നമുക്ക് ഈ ഒരു കട്ടിംഗ് ആണ് നമുക്ക് ഇതിന്റെ 6 പാക്ക് ആയിട്ട് കൊടുത്തത്. 6 പാക്ക് ആയിട്ട്. പിന്നെ നമുക്ക് പഴയതിൽ 360 ക്യാമറ ഉണ്ടായിരുന്നു. നമുക്ക് ഇപ്പോ ഈ പുതിയ റോക്സിലേക്ക് വരുമ്പോൾ നമുക്ക് 360 ക്യാമറ, അതുപോലെ തന്നെ നമുക്ക് അഡാസ് ലെവൽ 2 ഒക്കെ അഡാസ് ലെവൽ 2 എന്താ ഈ ഒരു അഡാസ് ലെവലൊക്കെ പറയുമ്പോ ഇപ്പൊ ഒരു പുതിയതായിട്ട് മാർക്കറ്റിലേക്ക് വന്നൊരു സംഭവമാണ്. അപ്പൊ ആളുകൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടോ? അതായത് നമുക്ക് ഈ താർ റോക്സ് നമുക്ക് ഒന്നുകൂടി പ്രീമിയം ലെവൽക്ക് വന്നത് വണ്ടി. അഡാസ് ലെവൽ ഒരു അഡാസിന്റെ ഒരു ഫീച്ചേഴ്സ് അറിയുമ്പോൾ നോർമലി എന്തൊക്കെയാണ്? അഡാസ് ലെവലിൽ നമുക്ക് വരുന്നത് നമുക്ക് ഓട്ടോ ബ്രേക്കിംഗ്, അതുപോലെ തന്നെ നമുക്കിപ്പോ ഒരു ട്രാഫിക്കിലൊക്കെ പോണ സമയത്ത് മുന്നിലൊരു വാഹനം ഉണ്ടെങ്കിലും ഓട്ടോ ബ്രേക്കിംഗ് വരും. അതാണ് ഈ അഡാസിന്റെ ഒരു ഫീച്ചർ. കാരണം ഒരുപാട് ആളുകൾക്ക് അഡാസ് അറിയുമ്പോ എന്താണ് നമുക്ക് ലൈൻ കീപ്പ് അസിസ്റ്റന്റ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഈ നമ്മളിപ്പോ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ലൈനിൽ നമ്മൾ പുറത്തു പോവാണെങ്കിൽ നമുക്ക് ലൈൻ കീപ്പ് അസിസ്റ്റന്റ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വാഹനത്തിന്റെ ഒരു എക്സ്റ്റീരിയറിലേക്ക് നോക്കണേ, അലോയ് വീലില് കാര്യമായിട്ട് മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. പഴയതിനെ അപേക്ഷിച്ച് എന്തെല്ലാം മാറ്റങ്ങളാണ്? അലോയ് വീലിൽ നമുക്ക് പുതിയ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത്. പുതിയ ഡിസൈൻ, അതായത് ഡയമണ്ട് കട്ട് ഷേപ്പിലുള്ള ഒരു ഡിസൈൻ ആണ് ഇതിൽ അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത്. പഴയ ടൈപ്പിലാണെങ്കിൽ ഈ ഒരു ഡിസൈൻ അല്ല മാറ്റുണ്ട്. അലോയ് വീലിന്റെ മാറ്റം. ടയർ സൈസ് ഒക്കെ സെയിം തന്നെ വരുന്നത്. ടയർ സൈസ് നമുക്ക് ബേസ് മോഡൽ വരുമ്പോൾ നമുക്ക് 18 ആണ് സൈസ് വരുന്നത്. ടോപ്പ് എൻഡിലാകുമ്പോൾ 19 സൈസിലാണ്. ഇപ്പൊ താര ഏറ്റവും കൂടുതൽ ഈ ഒരു വാഹനത്തില് ഒരു പബ്ലിസിറ്റി നേടിയത് ഒരു 13 ലക്ഷം രൂപയ്ക്ക് 5 ഡോർ ഇറക്കുണ്ടായിരുന്നിട്ടാണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് റേഞ്ച് ആളുകൾക്ക് വളരെയധികം അറിയാൻ താല്പര്യമുണ്ട്. എന്താണ് ഈ 13 ലക്ഷം? എങ്ങനെയാണ്? ഇതിപ്പോ ഒരു ടോപ്പ് എൻഡ് ആണ്. ഇതാണ് ഏറ്റവും ഇതിന്റെ ഹൈ എൻഡ് ഓപ്ഷൻ. അപ്പൊ ഇതിന്റെ ഒരു ഏറ്റവും ബേസ് എൻഡ് ഹൈ എൻഡ് ആ
ഒരു എത്ര വേരിയന്റ് കമ്പാരിസൺ കാര്യങ്ങൾ എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ? നമുക്കിത് ബേസ് മുതൽ വരുന്ന വേരിയന്റ് ആണ്. MX പറഞ്ഞ വേരിയന്റ് മുതലാണ് ബേസ്. MX ആണ് ഏറ്റവും ബേസ്. നമുക്ക് 2 വേരിയന്റ് ആണ്, MX ഉം AX ആണ്. 2 വേരിയന്റിലാണ് വരുന്നത്. MX1 ആണ് നമുക്ക് ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ബേസ് മോഡൽ നമുക്ക് പെട്രോളും വരുന്നുണ്ട്, ഡീസലും വരുന്നുണ്ട്. ഡീസൽ, പെട്രോളും ഡീസലും. അപ്പൊ അവിടെ അറിയാനുള്ള ഒരു സംശയമാണ്, പെട്രോളും ഡീസലും തമ്മിൽ വരുമ്പോ മൈലേജിന്റെ ഒരു കാര്യം. മൈലേജിൽ നമുക്ക് ഡീസലിനായിരിക്കും ഒന്നും കൂടി മൈലേജ് കൂടുതൽ. ഒരു 17 റേഞ്ച് ഒക്കെ ഡീസലിന് വരുന്നുണ്ട്. നമുക്കൊരു 14 എന്തായാലും നമുക്ക് കസ്റ്റമറിന് ഡീസൽ. പെട്രോൾ ആണെങ്കിൽ കമ്പനി അഷ്വർ ചെയ്യണ നമുക്കൊരു കമ്പനി അഷ്വർ ചെയ്യണ ഒരു 15 ആണ് ചെയ്യണത്. നോർമലി ഒരു 12 റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഓക്കെ. അപ്പൊ ഈ വേരിയന്റ് കമ്പാരിസണുകൾ എന്തൊക്കെ വരുന്നത്? വേരിയന്റ് നമുക്ക് ബേസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അലോയ് വീൽ കാര്യങ്ങൾ ഉണ്ടാവില്ല. ടയർ സൈസ് നമുക്ക് ഒരു 18 ഇതിലാണ് വരുന്നത് സൈസ്. ഇതിപ്പോ എത്രയാണ്? ടോപ്പിന്റെ ആവുമ്പോൾ 19 സൈസ്. 19. അത് ബേസിലേക്ക് വരുമ്പോ ഏകദേശം 17 ഇഞ്ച് ആ റേഞ്ചിലേക്ക് വരില്ലേ? 18. പിന്നെ അലോയ് വീൽ ഉണ്ടാവില്ല. അലോയ് വീൽ സാധാ ഇതാണ് വരിക. അപ്പൊ ബേസിൽ നമുക്ക് പെട്രോളിന് എങ്ങനെ പ്രൈസ് വരുന്നത്? ബേസിൽ നമുക്ക് പെട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 15,50,000. അതായത് എക്സ് ഷോറൂം ആണ് 13 ലക്ഷം പറഞ്ഞ 15 ലക്ഷം ഓൺ റോഡ് വരുമ്പോൾ 15 സംതിങ് വരുന്നുണ്ട് ബേസിൽ. ഡീസൽ ആണെങ്കിലോ? ഡീസൽ ആണെങ്കിൽ ഒരു 17 ലക്ഷം. പക്ഷെ അലോയ് വീൽ ഉണ്ടാവില്ല. പിന്നെ എന്തൊക്കെയാണ് കാര്യമായിട്ട് നമുക്ക് ബേസിൽ നമുക്ക് ഒരുവിധം ഫീച്ചേഴ്സ് ഉള്ളത്. ബേസിൽ ഇപ്പോ നമുക്ക് ഇൻഫോർടൈൻമെന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ആംബ്രസ്റ്റ് വരുന്നുണ്ട്, റിയർ ആസ് ഒക്കെ നമുക്ക് ബേസ് മുതൽ വരുന്നുണ്ട്. അതിൽ നമുക്ക് അലോയ് വീൽ ഉണ്ടാവില്ല, അതുപോലെ തന്നെ സൺറൂഫ് കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇതില് ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇന്റീരിയറിലേക്ക് നോക്കുമ്പോൾ, കാരണം ഇന്റീരിയറിലാണ് പഴയ താറും പുതിയ താറും. ഇന്റീരിയറിലാണ് കൂടുതൽ നമുക്ക് ഫീച്ചേഴ്സ്. നമുക്ക് പറയാൻ ഒരുപാടുണ്ട്, കാരണം ഇത് മെയിൻ ആയിട്ടുള്ളത് പനോരമിക് സൺറൂഫ് അല്ലേ. പിന്നെ ഇതിന്റെ ഒരു ഇന്റീരിയറിൽ ആ ഒരു മെയിൻ ഡ്രൈവിംഗ് കംഫർട്ട്, അതായത് താറിന്റെ ഒക്കെ ഒരു സ്റ്റിയറിംഗ് പ്ലേ ആണ് അത്രത്തോളം എടുത്ത് പറയേണ്ടതാണ്. നമുക്ക് ആ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ പഴയ താറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് ഒന്നും കൂടി നല്ല സ്മൂത്ത്, നല്ല പ്ലേ ആണ്. ഓഫ് റോഡ് പക്ക ഓഫ് റോഡ് ആണ് ഇത്. നമുക്കൊരു ഓൺ റോഡ് ഓഫ് റോഡും പാടെ കോമ്പാക്ട് ആയിട്ട് ഇറക്കിയ ഒരു വാഹനം കൂടിയാണ്. പിന്നെ നമുക്ക് ആ ഒരു ഇന്റീരിയറിന് കിട്ടുന്ന ഒരു വ്യൂ വിസിബിലിറ്റി, നമുക്കൊരു ഓഫ് റോഡ് വെഹിക്കിൾ ഓടിക്കുന്ന ഫീൽ. അത് നമ്മളിപ്പോ ഡിഫൻഡർ കാറ്റഗറിക്കൊക്കെ മാറി. ഡിഫൻഡർ പറയുമ്പോൾ ഒരു ലക്ഷറി ആണ്, ഒരു ഓഫ് റോഡ് ആണ്. ആ ഒരു ടൈപ്പിലേക്കാണ് ഇപ്പൊ മാറി. രണ്ട് ഒരു എക്സ്പീരിയൻസ് ഒരേ സമയം നമുക്ക് കിട്ടും. മറ്റേത് പറഞ്ഞാൽ പാസഞ്ചർക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഈ ഒരു സാധനം ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇതാണ് ശരിക്കുള്ള താറ്, നമ്മളൊക്കെ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു താറ്. കാരണം പാസഞ്ചർക്കും അത് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്, ഒരു ലേഡീസിന് പോലും എത്രയും കംഫർട്ടായിട്ട് യാതൊരു ടെൻഷനും കൂടാതെ ഓടിക്കാൻ. ഏറ്റവും കൂടുതൽ എല്ലാവരും കാത്തിരുന്നത് ഇതിന്റെ ഇന്റീരിയറിലുള്ള പ്രധാന മാറ്റങ്ങൾ അറിയാനാണ്. അപ്പൊ ആ ഒരു മാറ്റങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഫസ്റ്റ് തന്നെ എടുത്തു പറയാനുള്ളത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പഴയതിനെ ബെസ്റ്റ് കീ ആയിരുന്നു. പിന്നെ ഏറ്റവും വലിയ പറയാനുള്ളത്, അതായത് ആളുകളെല്ലാം ഒരു പഴയതിന്റെ നെഗറ്റീവ് എന്ന് എടുത്തു പറഞ്ഞിരുന്നാണ് ഈ ഒരു ഫ്യൂവല്. പഴയത് നമുക്ക് ചാവിട്ട് തിരിക്കേണ്ടടുത്ത് ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു പുഷ് പ്രസ്സിംഗ് ആണ്, ബട്ടൺ ആണ് വന്നിട്ടില്ല. അതായത് മൊത്തം ഒരു അഡ്വാൻസ് ലെവലിലാണ് ഇപ്പൊ സിസ്റ്റം ആക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ എന്തൊക്കെയാണ് വേറെ ഹൈലൈറ്റുകൾ? പിന്നെ നമുക്ക് വരുന്നത് മോഡ്സ് വരുന്നുണ്ട്. ഡ്രൈവിംഗ് മോഡ് വരുന്നത് നോർമൽ, അതായത് നമുക്ക് ഇന്ത്യയിൽ ഏത് ടെറൈനിലും മോഡ് വരുന്നുണ്ട്. 4x4 എന്നാണ് നമുക്ക് ഇതിന് കൊടുത്തിട്ടുള്ളത്. 4 മോഡുകൾ വരുന്നത്. ഏത് ടെറൈനിലും നമുക്ക് ഓടിക്കാം, ടെറൈനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മോഡലുകളാണ് വരുന്നത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് എടുത്ത് പറയാനുള്ളതാണ് ഈ രണ്ട് സാധനം, അതായത് സീറ്റ് വെന്റിലേഷൻ. അതായത് ഒരു ഇപ്പൊ മെയിൻ ആയിട്ട് വേണ്ട ഒരു കംഫർട്ട് ആണ് വെന്റിലേഷൻ സീറ്റ്. അപ്പൊ വെന്റിലേഷൻ സീറ്റ് ഈ ഒരു വാഹനത്തിൽ നമുക്കറിയാം ഹൈ എൻഡ് പ്രീമിയം വാഹനങ്ങളിൽ വരുന്ന ഒരു ഫീച്ചറാണ്. അതിപ്പോ ഈ ഒരു താറിൽ വരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡ്രൈവർ സൈഡും പാസഞ്ചർ സൈഡിലും സീറ്റ് വെന്റിലേഷൻ. ഇന്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറഞ്ഞാൽ പാനോരമിക് സൺറൂഫ് ആണ്. അതായത് സാധാരണ വരുന്ന ബ്രസൈലിൽ നിന്ന് വരുന്ന ഒരു സെമി സൺറൂഫ് അല്ല, ഫുള്ളി, അതായത് ഗ്രാൻഡ് വിത്താര ആ ഒരു കാറ്റഗറിയിലൊക്കെ നമുക്ക് വന്നിട്ടുള്ള പാനോരമിക്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. സിംഗിൾ പ്രസ് അല്ലേ? സോഫ്റ്റ് ടച്ച്. ഇത് ക്ലോസ് ചെയ്യാം. ഇതിപ്പോ ഇത് ജസ്റ്റ് ഒരു സോഫ്റ്റ് ടച്ച് ചെയ്ത് ഓപ്പൺ ആവും. ഇനി ഇത് ഓപ്പൺ ചെയ്യാൻ അടുത്തൊരു പ്രസ് ചെയ്യണം. അല്ല, ഇത് ജസ്റ്റ് ഒന്ന് ഇത് നമുക്ക് ചെയ്താൽ ഇനിയിപ്പോ ഒന്നുകൂടി ചെയ്യണം. ഗ്ലാസിന് വേണ്ടിട്ട് ചെയ്ത് കഴിഞ്ഞാല് ഗ്ലാസിനാവുമ്പോ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഹോൾഡ് ചെയ്യാം. ഞാൻ ഒരു വിഷ്വല് കണ്ടോണ്ട്, കാരണം നമ്മളൊരു ഓഫ് റോഡ് വാഹനത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു സംഭവമാണ് ഒരു ഫുള്ളി സൺറൂഫ്. അതായത് മറ്റേത് ചെറിയ സെമി സൺറൂഫ് കുട്ടികൾക്ക് മാത്രം നിൽക്കാം. ഇതിപ്പോ അത്യാവശ്യം വലിയൊരാൾക്ക് വേണമെങ്കിൽ രണ്ടാൾക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് നിന്ന് എക്സ്പ്ലോർ ചെയ്യാം. അതിന്റെ ഒരു മാറ്റം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു. 2024 മഹീന്ദ്ര താർ റോക്സിന്റെ ഒരു പനോരമിക് സൺറൂഫ് വ്യൂ ആണ്. അതായത് ഒരു അത്യാവശ്യം നല്ല അഡൽട്ട് ആയിട്ടില്ല ഏതൊരു റേഞ്ചിലുള്ള ആളുകൾക്കും നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ തരത്തിലുള്ള ഒരു സൺറൂഫാണ്. ഞാൻ ഇപ്പൊ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് എടുത്തു പറയാൻ സാധിക്കും, ഇപ്പോൾ ഒരു പനോരമിക് സൺറൂഫ് ഇറക്കിയ വാഹനങ്ങളിലെല്ലാം ബെസ്റ്റ് ഇൻ ക്ലാസ് പനോരമിക് സൺറൂഫാണ്
മഹീന്ദ്ര താർ റോക്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു പേരിനുള്ള സൺറൂഫ് അല്ല കൊടുത്തിട്ടുള്ളത്, നമുക്ക് ശരിക്കും ഒരു 360 വ്യൂവിൽ ഏതൊരാൾക്കും ഒരു ട്രിപ്പ് പോകണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പാകത്തിലുള്ള തരത്തിലാണ് ഒരു വാഹനത്തിൽ സൺറൂഫ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലിയിലെ കുട്ടികളും മുതിർന്നവരും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള ഫീച്ചർ ആണ് എന്ന് തന്നെ എടുത്തു പറയാം. അപ്പോൾ ഈ ഒരു തരത്തിലുള്ള സൺറൂഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് മഹീന്ദ്രക്ക് ഒരു ഈ 5 ഡോർ ഒരുപാട് ആളുകൾക്കുള്ളൊരു സംശയം നമുക്ക് പഴയതിലാണെങ്കിൽ ഫ്രണ്ട് ത്രൂ വേണം നമുക്ക് കയറണമായിരുന്നു. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു പാസഞ്ചർ സീറ്റിക്ക് ഡയറക്റ്റ് നോർമൽ വാഹനത്തിൽ കയറുന്ന പോലെ തന്നെ കയറാം. സീറ്റിംഗ് കംഫർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്. പിന്നെ ഇന്റീരിയർ പറയേണ്ട ഒരു കാര്യം വൈറ്റ് ആണ്. ഒരു ഓഫ് റോഡ് വാഹനത്തിന് വൈറ്റ് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്ന് അറിയില്ല. അതെനിക്ക് തോന്നുന്നത് വേറെ സ്പെഷ്യൽ എഡിഷനും വരുന്നുണ്ട്. നമുക്കിതിൽ മോച്ച ബ്രൗൺ പറഞ്ഞിട്ടുള്ള ഒരു ബ്രൗൺ വരും. മോച്ച ബ്രൗൺ പറഞ്ഞ നമുക്കത് ജനുവരി മുതൽ സ്റ്റാർട്ടിങ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. അതിപ്പോ നിലവിൽ ഇറങ്ങിയിട്ടില്ല, ജനുവരി മുതലാണ് ഇറങ്ങുന്നത്. അപ്പൊ ഇതില് ഇന്റീരിയർ വൈറ്റ് എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല, കാരണം ഒരു ഓഫ് റോഡ് വാഹനം ആയതുകൊണ്ട് തന്നെ. അപ്പൊ മോച്ച ബ്രൗൺ പറഞ്ഞിട്ടുള്ള ഒരു എഡിഷൻ വരാണ്ട് ജനുവരി മുതൽ അതിന്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വേണ്ടിയവർക്കൊന്ന് ചേഞ്ച് ചെയ്ത രീതിയിലും ഒന്ന് നോക്കാവുന്നതാണ്. എടുത്തു പറയാനുള്ളൊരു സംഭവമാണ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്. അത് നമുക്ക് ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആ പഴയ സിസ്റ്റം ഒക്കെ മാറ്റിയിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി ഒരു എന്താ പറയാ ഒരു ലക്ഷറീസ് ഓഫ് റോഡ് പ്ലസ് ഒരു ഫാമിലി ഓറിയന്റഡ്. ഇതിന്റെ ഒരു സ്പീക്കർ സിസ്റ്റത്തിലേക്ക് വരും. എത്ര സ്പീക്കറാണ് ഇത്? നമുക്ക് 9 സ്പീക്കർ വരുന്നുണ്ട്. 9. അത് നമുക്ക് നോക്കിയാൽ കാണാം ഹർമൻഗാർഡിന്റെ സ്പീക്കർ. അതായത് അത്രയും ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ ഇൻഫോർടൈൻമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഫോർടൈൻമെന്റ് നമുക്ക് വരുന്നത് ഫുൾ HD ആണ് വരുന്നത്. ഫുൾ HD. അതെ, വീഡിയോ കാര്യങ്ങൾ വീഡിയോ നമുക്ക് ചെയ്യാം. ആ ഒരു തരത്തിലുള്ളതാണ് വരുന്നത്. ഇത് ഈ ഗിയർ ഓഫ് റോഡ് ഗിയർ 360 ക്യാമറ. ഈ ഓഫ് റോഡ് ഗിയറിനെ കുറിച്ച് ഓഫ് റോഡ് നമുക്ക് പറയാനുള്ളത്, ഇപ്പൊ നോർമൽ യൂസ് ആണെങ്കിൽ നമുക്ക് 2H യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ അത്യാവശ്യം നമുക്ക് ഒരു ചെറുളൊക്കെയുള്ള റോഡാണെങ്കിൽ ഒരു 4H യൂസ് ചെയ്യാം. ഹെവി ഓഫ് റോഡ് ആണെങ്കിൽ നമുക്ക് 4L യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ നോർമൽ നമുക്ക് സാധാ ഡ്രൈവിനാണെങ്കിൽ നമുക്ക് 2H ഗിയർ ഇടണമെങ്കിൽ നോർമലി ഇതാക്കിയാൽ മതി. നോർമലി നമുക്ക് റണ്ണിംഗ് തന്നെ നമുക്ക് ഇടാൻ പറ്റും. റണ്ണിംഗിൽ ഇടാൻ പറ്റില്ല, നമുക്ക് വണ്ടി ഓഫ് ആയതിനു ശേഷം ചെയ്യാം. നമുക്ക് ഇവിടെ നോക്കണ USB പോർട്ട്, അതെ, 2 തരത്തിലുള്ള പോർട്ട് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? സി പോർട്ടും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ നോർമൽ OTG ഇതും വരുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മളെ ഹാൻഡ് ബ്രേക്ക്, അതായത് ഇലക്ട്രിക്കലി നമുക്ക് ഹാൻഡ് ബ്രേക്ക് ആണ് പ്രസ് ആണ് വരുന്നത്. ഇതെന്താ കീ ചാർജിങ്ങിന്റെ ഒരു ഓപ്ഷൻ ആണ്. കീ ചാർജിങ്ങിന്റെ ഓപ്ഷൻ, അതായത് എങ്ങനെയാണ് നമുക്ക് അത് കീ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കീ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആവും. അത് റണ്ണിങ്ങിലാണ് റണ്ണിങ്ങിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് 3 ഓപ്ഷനാണ് വരുന്നത്. പിന്നെ നമുക്ക് സ്റ്റിയറിംഗിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് സ്റ്റിയറിംഗ് വരുന്നത്. സ്റ്റിയറിംഗ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് ഇതിന്റെ പ്ലേ അത്രത്തോളം നല്ലൊരു എക്സ്പീരിയൻസ് വരുന്ന സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഇനി ഇൻഫോർടൈൻമെന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവിധ കാര്യങ്ങളും സ്ക്രീനിൽ ഡയറക്ഷൻ കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും അല്ലേ? അതെ, നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീനിൽ നമുക്ക് ഇൻഫർമേഷൻ ചെയ്യണമെങ്കിൽ പിന്നെ 360 ക്യാമറ വ്യൂവിന്റെ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് 360 വ്യൂ ഡയറക്ഷൻ ഇതിൽ കാണാൻ സാധിക്കും. താറിന്റെ ഏറ്റവും കൂടുതൽ ആളുകള് നെഞ്ചിലേറ്റിയ ഒരു ഡിസൈനാണ് താറിന്റെ റിയർ ഡിസൈൻ, ആ ഒരു ബോക്സി ഡിസൈൻ. അപ്പോ അതിന്റെ റിയർ സീറ്റും അതേപോലെ തന്നെ ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്കാണ്. ഡിസൈൻ തന്നെ വളരെ അടിപൊളിയായിട്ടാണ് ബൂട്ട് സ്പേസ് വരുന്നത്. 644 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സീറ്റ് 60/40 നമുക്ക് ഫോൾഡിംഗ് സ്പ്ലിറ്റബിൾ വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള ആ ഒരു വ്യൂ ആണ് അടിപൊളി. ആ ഒരു നമുക്ക് 360 വ്യൂവിൽ ഇങ്ങനെ കാണാം. സൺറൂഫ് അടക്കം വരുമ്പോൾ ആ ഒരു താറിന്റെ ഡിസൈന് ശരിക്കും ഒരു 360 വ്യൂ ആണ് അല്ലേ? 360 ക്യാമറ പോലെ തന്നെ 360 വ്യൂവും ഈ ഒരു വാഹനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ അല്ലേ, ഇതിപ്പോ പുതിയ ഇതിൽ പുതിയ ഡിസൈനിൽ വന്നായിരുന്നു. പുതിയ ഡിസൈനിലാണ് ആക്കിയിട്ടുള്ളത് അല്ലേ? ഓക്കെ, ഏതായാലും സംഭവം അടിപൊളിയാണ്. ഇനിയിപ്പോ നമുക്ക് ഫോണിൽ തുറന്നിട്ട് ഇങ്ങനെയും പോവാല്ലേ? ഇതൊക്കെയാണ് ഹൈലൈറ്റ് ആട്ടോ. കാരണം അതായത് ഇത് ശരിക്കും റീല് ക്രിയേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ബെസ്റ്റ് ആണ്. കാരണം ബാക്കിൽ നിന്ന് ഒരു വണ്ടി വരികയാണെങ്കിൽ മറ്റേത് ആ ഡിക്കി തുറന്നിട്ട് വേണം. ഇത് പറഞ്ഞാല് പക്കയായിട്ട് ഇവിടെ കംഫർട്ട് ഇരുന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം. ശരിക്കും താറ് പറഞ്ഞാൽ തന്നെ ഓഫ് റോഡ് വീഡിയോ ഷൂട്ടിംഗ് ഇങ്ങനത്തെ ആളുകളുടെ ഒരു ജനപ്രിയ വാഹനമാണ്. അപ്പൊ ആ ഒരു തരത്തിൽ തന്നെ ആ ഒരു ഡിസൈനും ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്.
എനിവേ ഏതായാലും നിങ്ങളൊരു താർ റോക്സ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ നിയാസിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നമുക്ക് ഓൾ കെയർ ഇപ്പോൾ നിലവിൽ ഷോറൂം ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ്. കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോം ഡ്രൈവും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വാഹനം ഒന്ന് ഓടിച്ചു നോക്കണം. കാരണം നമ്മൾ എത്രത്തോളം വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് തീർച്ചയായിട്ടും നമ്മളൊന്ന് ജസ്റ്റ് എക്സ്പീരിയൻസ്, ടെസ്റ്റ് ഡ്രൈവിനൊന്നും കായ് മുടക്കൊന്നുമില്ലല്ലോ, ജസ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാലോ. അപ്പൊ തീർച്ചയായിട്ടും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വാങ്ങാം. ആ ഒരു വാല്യൂ ഫോർ മണി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന തരത്തിൽ തന്നെയാണ് വാഹനത്തിന്റെ എല്ലാ കാര്യങ്ങളും വരുന്നത്. അപ്പോൾ ഇതിന്റെ ഇനിയിപ്പോ ഇന്റീരിയറിൽ ആ വൈറ്റ് പറ്റാത്തവർക്കാണെങ്കിൽ പുതിയൊരു എഡിഷൻ വരുന്നുണ്ട്. അടുത്ത മാസം മുതൽ അതിന്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ എത്ര കളർ വേരിയന്റിലാണ് വാഹനം ഇപ്പൊ നിലവിൽ അവൈലബിൾ ആയിട്ട്? നമുക്കൊരു 6 കളർ അല്ലേ? ഒരു ബ്ലാക്ക് വൈറ്റ് ഇപ്പൊ പുതിയ ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലേ, അതുകൊണ്ടാണ് വൈറ്റ് നമുക്ക് ആദ്യം ഉണ്ട്. ഇത് നമുക്ക് 2 വീൽ ഡ്രൈവും അതേപോലെ തന്നെ 4 വീൽ ഡ്രൈവും വരുന്നുണ്ട്. ഈ 2 വീൽ ഡ്രൈവിന് ആകുമ്പോൾ പ്രൈസ് വല്ല മാറ്റം വരുന്നുണ്ട്. 2 വീൽ ഡ്രൈവിലാകുമ്പോൾ നമുക്ക് പ്രൈസിൽ മാറ്റം വരുന്നുണ്ട്. അതിലൊരു ഡീസൽ വേരിയന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ എത്ര പ്രൈസ്? ഡീസൽ നമുക്ക് ഒരു ബേസ് മോഡൽ എടുക്കുകയാണെങ്കിൽ ഒരു 17 സംതിങ് റേഞ്ച്. 17 റേഞ്ചില് ഫുൾ ഓപ്ഷൻ അല്ല ബേസ് 2 വീൽ ഡ്രൈവില്. പിന്നെ ഒരു മിഡിൽ ആകുമ്പോൾ നമുക്കൊരു 21 റേഞ്ചിൽ. 4 വീൽ ആകുമ്പോൾ 4 വീൽക്ക് വരുമ്പോൾ ഒരു 25 റേഞ്ചിൽ ആ ഒരു പ്രൈസ് റേഞ്ചിലെ വേരിയേഷൻ. അപ്പൊ നിങ്ങൾ ഒരു ബഡ്ജറ്റ് നോക്കിയിട്ട് ശരിക്കും അഭിപ്രായത്തിൽ 2 വീല് മതിയല്ലേ? അത്ര ഓഫ് റോഡ് ഒന്നും അത്യാവശ്യം ഓഫ് റോഡ് നമുക്ക് 2 വീൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ ഒരു 4x4 ഒരു ഇതില്ല എന്നുള്ളൂ. നമ്മൾ അത്യാവശ്യം ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ആയി തന്നെ കിട്ടില്ല. പിന്നെ നമുക്ക് കസ്റ്റം ചെയ്യാലോ ഈ ഒരു വാഹനം. അപ്പോൾ തീർച്ചയായിട്ടും താർ റോക്സിൻ 2024 വിശേഷങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവച്ചത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു പരിചയത്തിലുള്ള ആളുകളിലേക്കെല്ലാം താർ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ എക്സിക്യൂട്ടീവിന്റെ നമ്പർ കൊടുക്കുന്നുണ്ട്, അവരെ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിശേഷങ്ങൾ ഡീറ്റെയിൽ അറിയാം. വീണ്ടും പുതിയൊരു വാഹന വിശേഷമായി കാണുന്നവരെ ഇറ്റ്സ് മീ ആഷിഖ് സൈനിങ് ഔട്ട്.